السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين. പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ഈ ജീവിതം നൽകിയതിനും മറ്റു ജീവജാലങ്ങളെക്കാൾ നമ്മെ ഏറെ ആദരിച്ചതിനും ജീവിതത്തിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകി നമ്മോട് കരുണയും ദയയും കാണിക്കുന്ന നമ്മുടെ റബ്ബിനെ സ്മരിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? തീർച്ചയായുമുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരും ഈ ബാധ്യത നിർവഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. വദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. അള്ളാഹുവിൻ്റെ സ്വർഗവും മഗ്ഫിറത്തും ലഭിക്കുന്നവരുടെ വിശേഷണമായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണിത്. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല പറഞ്ഞു, അദ്ദിക്റു ലിൽ ഖൽബി കൽമാഇ ലിസ്സമക്. മനുഷ്യഹൃദയത്തിന് ദിക്ർ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ എന്നത് മത്സ്യത്തിന് വെള്ളം പോലെയാണ്. ഫകൈഫ യകൂനു ഹാലുസ്സമക്കി ഇദാ ഫാറഖൽ മാഅ. ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് അകറ്റിയാൽ ആ മത്സ്യത്തിൻ്റെ സ്ഥിതി എന്താകും? ഇതുപോലെയാണ് മനുഷ്യഹൃദയത്തിന് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്മരിക്കാത്തവനെ ഉപമിച്ചത് ജീവനില്ലാത്തതിനോടാണ്. ഒരു ഹദീസിൽ കാണും, മസലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. തൻ്റെ റബ്ബിനെ ഓർക്കുന്നവൻ്റെയും ഓർക്കാത്തവൻ്റെയും ഉപമ ജീവനുള്ളവൻ്റെയും ജീവനില്ലാത്തവൻ്റെയും ഉപമ പോലെയാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൻ്റെ മഹത്വവും പ്രാധാന്യതയും നാം മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനം മനസ്സമാധാനം നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക വഴി മാത്രമാണ്. അള്ളാഹുവിനെ ഓർക്കുക വഴി അവൻ്റെ സാമീപ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹു പറഞ്ഞു, അന മഅ അബ്ദി ഹൈസുമാ ദക്കറനി വതഹറക്കത് ബി ഷഫതാഹു. എൻ്റെ അടിമ എന്നെ ഓർത്ത് അവൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കുന്ന സമയമത്രയും ഞാൻ അവനോടൊപ്പമാണ്. കടുത്ത ഹൃദയത്തെ ലോലമാക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ. ഹസനുൽ ബസരി റഹ്മഹുല്ലയോട് ഒരാൾ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടു. പരിഹാരമായി അദ്ദേഹം നിർദ്ദേശിച്ചത് അദിബ്ഹ ബിദിക്രില്ല. അള്ളാഹുവിനെ ഓർത്ത് നിൻ്റെ ഹൃദയത്തെ ലോലമാക്കൂ എന്നാണ്. പരലോകത്ത് അറശിൻ്റെ തണൽ ലഭിക്കാൻ കാരണമാകും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാഹു. അറശിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത്, ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവന് അറശിൻ്റെ തണൽ ലഭിക്കുമെന്നാണ്. ഐഹിക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും ഫضലും അവനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവുമെല്ലാം വർഷിക്കാൻ കാരണമാകും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന ദിക്റുകൾ എന്ന് നാം മനസ്സിലാക്കുക. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന പുണ്യകർമ്മമാണ് ദിക്റുകൾ. സ്വർഗത്തിലേക്ക് മുൻകടക്കുന്നവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖൽ മുഫദ്ദിദൂൻ. ഐഹിക ലോകത്ത് അള്ളാഹുവിനെ ഓർക്കുക വഴി ഭൂരിപക്ഷ മനുഷ്യരിൽ നിന്നും ഒറ്റപ്പെട്ടവർ പരലോകത്ത് മുൻകടക്കുമെന്നാണ്. വമൽ മുഫദ്ദിദൂൻ. ആരാണ് റസൂലെ ഈ മുഫദ്ദിദുകൾ? അള്ളാഹുവിനെ ഓർത്ത് ഒറ്റപ്പെട്ടവരെക്കുറിച്ചാണ് പറയുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാക്കിറൂന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ച സ്ത്രീകളും പുരുഷന്മാരുമെന്ന്. അതിനാൽ നമ്മുടെ ബാധ്യത ദിക്റുകളുടെ ഈ പ്രാധാന്യം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തിൽ സ്ഥിരപ്പെട്ട ദിക്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ സാമീപ്യവും ഭൗതിക ലോകത്ത് അവനിൽ നിന്ന് ശാന്തിയും സമാധാനവും അടക്കമുള്ള അനുഗ്രഹങ്ങൾ വർഷിക്കാനും നാളെ പരലോകത്ത് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് മുൻകടക്കാനും കാരണമാകുമെന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
Peace Radio. Tune to reality.